ഈ ഒരു വീക്കിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഓരോ വീക്കിലേക്കാണ് ഞാൻ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അധികം ഇൻസ്റ്റമാർട്ട് വഴിയാണ് വെജിറ്റബിൾസ് എല്ലാം പർച്ചേസ് ചെയ്യുക. ആദ്യം നമുക്ക് അജയ് യൂസ് ചെയ്യുന്ന ഈ പാലും കേടും ഒക്കെ മാറ്റി വെക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് അജയ് വീഗൻ ആണെന്നുള്ളത്. വീഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലൈഫ് സ്റ്റൈൽ ആണ്. ആനിമൽ പ്രോഡക്ട്സ് ഒന്നും അജയ് യൂസ് ചെയ്യാറില്ല. ഓട്ട് മിൽക്ക് ആണ് അജയ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വരുന്നത് പീനട്ടിന്റെ കേടാണ്. നമ്മുടെ കേട് പോലെ തന്നെയാണ് ഇതിന്റെ ടെക്സ്ചർ ഒക്കെ വരുന്നത്, പക്ഷെ ചെറിയ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് സോയാബീന്റെ ടെമ്പയാണ്. നമ്മുടെ പനീർ പോലെയൊക്കെയാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് സെറ്റ് ചെയ്യാവേ. സാധാരണ വെജിറ്റബിൾസ് എല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് വരാറ്, പക്ഷെ ഇത് കണ്ടോ പാളയിലായിട്ടാണ് ഈ വെണ്ടയ്ക്ക പാക്ക് ചെയ്തത്. ഞാൻ ഓരോ വെജിറ്റബിൾസും ഓരോ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യാറ്. എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ടാണ് വെക്കാറ്. മുളക് എപ്പോഴും ഞാൻ ഇതുപോലെ ഇതിന്റെ ഈ മൊത്തി മാറ്റിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുക. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മുളക് കുറച്ച് അധിക ദിവസം ചീത്തയാവാതെ നിൽക്കും. ആരോ ബേബി ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അവരെന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ചേട്ടൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് 30 eggs ഇതിന്റെ അകത്ത് വെക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷെൽഫിൽ വേണമെങ്കിൽ ഷെൽഫിൽ വെക്കാം. ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാനിത് എല്ലാ സാധനങ്ങളും ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബോബുവിന്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യട്ടെ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.